തിരുവാലൂർ ജ്ഞാനസാഗരം വായനശാലയ്ക്ക് പുതിയ മന്ദിരം എന്ന സ്വപ്നം പൂവണിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. MP ഹൈബി ഈഡന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം മാർച്ച് 2-ന് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 45 പുസ്തകവുമായി 1954 മുതൽ തിരുവാലൂർ ക്ഷേത്രം കവലയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ജ്ഞാനസാഗരം വായനശാല. ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് പ്രവർത്തനം നിലച്ചുപോയെങ്കിലും MN സുകുമാരൻ മാണിക്യത്തിന്റെയും VS വാസുദേവൻ തെക്കേപ്പുളിക്കപ്പറമ്പിലിന്റെയും നേതൃത്വത്തിലാണ് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത് ഇന്നത്തെ വായനശാല രൂപം കൊള്ളുന്നത്. ലൈബ്രറി കെട്ടിടത്തിന്റെ ജീർണിച്ച അവസ്ഥ പ്രവർത്തകർ അധികാരികളെ അറിയിച്ചതിനെ തുടർന്നാണ് ഹൈബി ഈഡൻ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ മന്ദിരം ഞായറാഴ്ച 10-ന് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം അക്ഷരമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ശനിയാഴ്ച വൈകിട്ട് കൂട്ടയോട്ടവും പരിസ്ഥിതി സംരക്ഷണ സന്ദേശമുയർത്തി ഫോട്ടോ പ്രദർശനവും നടത്തുമെന്ന് സംഘാടകരായ ലൈബ്രറി പ്രസിഡന്റ് KV പോൾ, സെക്രട്ടറി PS അനിൽ, S പ്രേംകുമാർ, സുനിൽ തിരുവാലൂർ, PP വിജയൻ, AC രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ വായനാ ദിനം എന്ന് പറയുന്നത് PN പണിക്കരുടെ ചരമദിനമാണ്. അപ്പൊ അത്രയ്ക്ക് ലൈബ്രറി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് PN പണിക്കർ. അപ്പൊ PN പണിക്കരുടെ പേരിലുള്ള സമ്മേളന നഗറിലാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത്. അപ്പൊ രാവിലെ 10 മണിക്ക് നമ്മുടെ വിശിഷ്ട അതിഥികള് തിരുവാലൂർ ജനിച്ചത് താളമേളങ്ങളോടുകൂടി വായനശാല അങ്കണത്തിലേക്ക് അറിയിച്ച് ഇതിന്റെ ഉദ്ഘാടനം P രാജീവ് നിർവഹിക്കും. റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം ശ്രീ VD സതീശൻ നിർവഹിക്കും. അതിനുശേഷം നമ്മുടെ വായനശാല റീഡിംഗ് റൂമിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെയും PN പണിക്കരുടെയും EK നാരായണപിള്ളയുടെയും ഫോട്ടോ അനാച്ഛാദനം ഹൈബിയുടെ നിർവഹിക്കും. അതിനുശേഷം ഹൈബിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അഭിനയ നേതാക്കന്മാർ അതിനകത്ത് സാനു മാസ്റ്റർ അനുഗ്രഹ ഭാഷണത്തിനായി പ്രത്യേകമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ മഹാനടന്മാരായ നേതാക്കന്മാർ അവർ തന്നെയായിരുന്നു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ്. കേരളത്തിലെ കുറേ കാലം ലൈബ്രറി കൗൺസിലിന്റെ ആരംഭകാലത്ത്. അപ്പോൾ ഞാനീ പറഞ്ഞ തിരുവിതാംകൂറിന്റെ അവസാനത്തെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, നമ്മുടെ ഈ കരുമാലൂർ ദേശത്തുകാരനുമായ പർവ്വതീകര നാരായണപിള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.